السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فأعوذ بالله من الشيطان الرجيم. الذين كانت أعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا أفحسب الذين كفروا أن يتخذوا عبادي من دوني أولياء إنا أعتدنا جهنم للكافرين نزلا قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, സൂറത്തുൽ കഹ്ഫിലെ 99 ആയത്തുകളാണ് കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിലൂടെയായി വിശദീകരിക്കപ്പെട്ടത്. യഅ്ജൂജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് നമ്മൾ അവസാനമായി വിശദീകരിക്കുകയും പറയുകയും ചെയ്തത്. അങ്ങനെ അവരുടെ കുതിച്ചു ചാട്ടം അലമാലകൾ പോലെ അവർ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടി പുറപ്പെടുന്ന ആ ഒരു കാലം, അതിൻ്റെ ശേഷം പിന്നെ വനുഫിഖ ഫിസ്സൂരി, കാഹളത്തിൽ ഊതപ്പെടും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അന്ത്യനാളിനോടനുബന്ധിച്ചുകൊണ്ടാണ് യഅ്ജൂജ് മഅ്ജൂജിൻ്റെ വരവുണ്ടാവുക എന്ന്. അങ്ങനെ കാഹളത്തിൽ, ഒന്നാം കാഹളത്തിൽ ഊതപ്പെട്ട് ലോകത്തിൻ്റെ സർവനാശവും രണ്ടാമത്തെ ഊത്തോടുകൂടി പുനർനിർമ്മാണവും നടക്കും. ഫജമഅനാഹും ജംഅ, അങ്ങനെ അവരെ നാം ഒരുമിച്ചു കൂട്ടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, പിന്നീട് മഹ്ശറിൽ ജനകോടികൾ എല്ലാവരും ഒന്നടങ്കം ഫജമഅനാഹും, അങ്ങനെ നാം അവരെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്യുന്നതാണ് ജംഅൻ, ഒരു ഒരുമിച്ചു കൂട്ടൽ. അത് മഹ്ശറിലെ ആ ഒരുമിച്ചു കൂട്ടലാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അങ്ങനെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ചുരുക്കി പറയും, ചില സ്ഥലങ്ങളിൽ വിശദമായ നിലക്ക് പറയും. ഇവിടെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞ് അവിടെ അവിശ്വാസികളായ ആളുകൾക്കും വിശ്വാസികളായ ആളുകൾക്കും ഉണ്ടാകാൻ പോകുന്ന വെവ്വേറെ അനുഭവങ്ങളാണ് ഇനി ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് അല്ലാഹു തആല നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ആദ്യം പറയുന്നത് കാഫിറുകളുടെ അവസ്ഥയാണ്. വഅറദ്നാ, നാം കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അറദ, പ്രദർശിപ്പിച്ചു, കാണിച്ചു കൊടുത്തു എന്നാണ് അർത്ഥം. അറദ യഅരിദു, അതുകൊണ്ടാണ് പ്രദർശന നഗരിക്ക് മഅറദ് എന്ന് പറയും. എക്സിബിഷൻ, മഅറദ്, കാണിച്ചു കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ വഅറദ്നാ, നാം പ്രദർശിപ്പിക്കുന്നതാണ്, കാണിച്ചു കൊടുക്കുന്നതാണ് ജഹന്നമ, നരകത്തെ. യൗമഇദിൻ, അന്നത്തെ ദിവസം. ആർക്ക്? ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്. ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്. അർളൻ, ഒരു കാണിച്ചു കൊടുക്കൽ. ഇതിൻ്റെ ഗൗരവം പറയാനാണ് അർളൻ എന്ന് പറയുന്നത്. ഒരു കാണിച്ചു കൊടുക്കൽ അങ്ങ് കാണിച്ചു കൊടുക്കും. അതെന്തിനാ? അവരെ സംബന്ധിച്ചിടത്തോളം അതിനെ നിഷേധിച്ച് കഴിഞ്ഞിരുന്ന ആളുകളാണല്ലോ. നരകമല്ല, അങ്ങനത്തതൊന്നുമില്ല, വെറുതെ പേടിപ്പിക്കുകയാണ്. ഇവിടെ ഭൗതിക ലോകത്തുള്ള സുഖസൗകര്യങ്ങളിലൊക്കെ നമ്മൾ ആറാടാതെ ജീവിക്കാനുള്ള മതങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള കേവലം ചില തോന്നിവാസങ്ങളാണ്
എന്നൊക്കെ മതത്തെയും മത തത്വങ്ങളെയുമൊക്കെ എതിർക്കുവാൻ വേണ്ടി ആളുകൾ പരിഹാസത്തോടുകൂടെ പറയുന്ന കാര്യങ്ങളായിരുന്നല്ലോ നരകത്തെക്കുറിച്ചൊക്കെ. അതുകൊണ്ട് അതാണ് കാണിച്ചു കൊടുക്കുകയാണ്. എന്താണ് നരകം എന്നാണ് കൺമുമ്പിൽ കാണും. ലതറവുന്നഹാ ഐനൽ യഖീൻ എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ലതറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ കൺകാഴ്ചയാണ്. നരകത്താണ് കാണും. ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ നരകം കാണും. ആ കാണുമ്പോൾ പുറത്തുനിന്ന് തന്നെ അവർക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ നരകത്തെയാണ് കാണിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ശബ്ദവും അതിൻ്റെ ഇരമ്പലും അതിൻ്റെ ഭീകരതയും അവിടെയുള്ള കൊളുത്തുകളും അതിലെ ചങ്ങലകളും അതിൻ്റെ തീപ്പൊരികളും അതിലെ പുകകളും അതിലെ കടുത്ത ശിക്ഷകളും എന്ന് വേണ്ട ഏതൊക്കെ കാര്യങ്ങൾ കാണിക്കാനുണ്ടോ അതൊക്കെയാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ആയിൽക്കാ പോകാനുള്ളത് എന്നുള്ള നിലക്ക് ഗൗരവം ബോധിപ്പിക്കുന്ന നിലക്ക് നരകത്തിയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ ജഹന്നമിനെ നാം കാണിച്ചു കൊടുക്കുന്നതാണ്. യൗമഇദിൻ, അന്നത്തെ ദിവസം, ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക് അർളൻ, ഒരു കാണിച്ചു കൊടുക്കൽ. ആരാണ് ഈ സത്യനിഷേധികൾ? എങ്ങനെയുള്ള സത്യനിഷേധികളായിരുന്നു അവർ? അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. എങ്ങനത്തെ കാഫറുകളാണ് അവർ? കാനത്ത് അഅ്യുനുഹും, അവരുടെ കണ്ണുകളായിരുന്നു. അഅ്യുൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. ഐനുൻ എന്നുള്ളതിന്റെ ബഹുവചനാണ് അഅ്യുൻ. കാനത്ത് അഅ്യുനുഹും, അവരുടെ കണ്ണുകളായിരുന്നു. ഫീ ഗിതാഇൻ, മൂടിയിലായിരുന്നു. ഗിതാ എന്ന് പറഞ്ഞാൽ മൂടി, ഒന്നും കാണാതെയുള്ള അടപ്പ് മൂടിക്കാണെന്ന് പറയാ ഗിതാ. ഗിതാ, അവരുടെ കണ്ണുകൾക്കൊക്കെ ഒരു തരം മൂടിയായിരുന്നു. എന്തിനെക്കുറിച്ച്? എന്നെക്കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന്. എൻ്റെ ദിക്ർ അഥവാ എന്നെക്കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ കേൾക്കുക, അതിലുള്ള പാഠങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിനൊന്നും അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളതൊന്നും കാണുന്നത് അവർക്ക് വെറുപ്പായിരുന്നു. അങ്ങനെ കാനത്ത് അഅ്യുനുഹും ഇതൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, അതൊക്കെ അബൂജഹലിനെ കുറിച്ചും ആ ഫിറൗനെ കുറിച്ചൊക്കെ ആയിരിക്കും ഈ പറയുന്നത്. നമ്മളിലേക്കാണ് ഖുർആനിക ആയത്ത് കേൾക്കുമ്പോൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. നമുക്ക് ഈ അസുഖമുണ്ടോ? വിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ തത്വങ്ങളെ, അതിലെ നിയമങ്ങളോട് നമ്മൾ കണ്ണു ചിമ്മുന്നുണ്ടോ? നമുക്ക് ഈ സ്വഭാവമുണ്ടോ? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്നും നമ്മുടെ കണ്ണുകൾക്ക് മൂടിയിട്ടിട്ടുണ്ടോ? ഇവർക്ക് നരകം നരകം ഗൗരവത്തോടെ കാണിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ്? അത് അല്ലദീന, അവരെങ്ങനെയുള്ള സ്വഭാവക്കാരായിരുന്നു? കാനത്ത് അഅ്യുനുഹും, അവരുടെ കണ്ണുകളായിരുന്നു. ഫീ ഗിതാഇൻ, ഒരു തരം മൂടിയിലായിരുന്നു. കണ്ണു തുറന്നവർ കാണാൻ തയ്യാറായിരുന്നില്ല. അൻ ദിക്രി, എൻ്റെ ദിക്റിനെ കുറിച്ച്. അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, തത്വങ്ങൾ, ഉപദേശങ്ങൾ, അതൊന്നും നോക്കാനോ കാണാനോ അവരുടെ കണ്ണുകൾ അവർ തുറന്നില്ല. ആ കണ്ണുകൾക്കൊക്കെ ഒരു മൂടിയായിരുന്നു. തീർന്നില്ല. വകാനു, അവരായിരുന്നു. ലാ യസ്തതീഊന, അവർക്ക് കഴിയുമായിരുന്നില്ല. ഇസ്തതാ എന്ന് പറഞ്ഞ അർത്ഥം കഴിഞ്ഞു. ലാ യസ്തതീഊന, അവർക്ക് സാധിക്കുമായിരുന്നില്ല. എന്തിന്? സമഅൻ, അതൊന്ന് കേൾക്കാൻ. കാണുകയും ചെയ്തില്ല, കേൾക്കുകയും ചെയ്തില്ല. അത്ര ധിക്കാരികളായിരുന്നു എന്നാണ്. ഇന്നുണ്ട് അങ്ങനെ. ഖുർആൻ തുറന്നു നോക്കാൻ തയ്യാറില്ല. അതിലുള്ള ഒന്നും ഞങ്ങളോട് പറയണ്ട, ഞങ്ങൾക്ക് ബാധകല്ല. ഞങ്ങളൊന്നും കേൾക്കാനും തയ്യാറില്ല. വല്ല വചനങ്ങളും അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ വല്ല മുസ്തക്ബിറ, അവര് അഹങ്കാരികളായി തിരിഞ്ഞു കളയുന്ന ഖുർആൻ പറയുന്നുണ്ട്. ഇദാ തുത്ല അലൈഹിം ആയാതുനാ വല്ല മുസ്തക്ബിറ, അഹങ്കാരികളായിട്ട് അവർ തിരിഞ്ഞു കളയും. ഏതുപോലെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, കഅല്ലം തസ്മഅഹാ, കേൾക്കാത്തവരെ പോലെ. കഅന്ന ഫീ ഉദുനൈഹിം വഖറാ, അവരുടെ കാതുകളിൽ ഒരു തരം മൂടിയുണ്ട് എന്നുള്ളത് പോലെ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്രവെക്കപ്പെട്ടിരിക്കുന്നു. അലാ അബ്സാരിഹിം ഗിശാവ, അവരുടെ കണ്ണുകളിൽ എന്തുണ്ട്? ഒരു തരം മൂടിയുണ്ട്. ഗിശാവ, അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ ഒരു അവസ്ഥക്കാരായിരുന്നു ഇവര്. അപ്പൊ ഒന്നും അവർ കാണാൻ തയ്യാറായിരുന്നില്ല, ഒന്നും അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെയും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത്?
ومن يعرض عن ذكر ربي ومن أعرض عن ذكري فإن له معيشة ضنكا. അതുപോലെ തന്നെ ومن يعش عن ذكر الرحمن, റഹ്മാനായ അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ദിക്റിൽ നിന്ന് മാറി ജീവിച്ച ആളുകൾ നുഖയ്യിദ് ലഹു ശൈത്താന, ശൈത്താനിനെയാണ് നാം അവന് കൂട്ടുകാരനായി നിശ്ചയിച്ചു കൊടുക്കുന്നത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽപ്പെട്ട ആളുകൾ നാളെ പരലോകത്ത് കൺമുമ്പിൽ നരകണ് കാണുകയാണ്. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവമായി കൊണ്ട് പറയുന്നത്. നരകം മനുഷ്യരിലേക്ക് അത്തരം ആളുകൾ കാണെ മഹ്ശറിലേക്ക് നരകത്തെ വലിച്ചു കൊണ്ടുവരപ്പെടുന്ന ഒരു രംഗം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹായ ഹദീസിൽ കാണാം, യുഅ്താ ബി ജഹന്നം, ജഹന്നം കൊണ്ടുവരപ്പെടും. തുഖാദു യൗമൽ ഖിയാമ ബി 70000 സമാം, 70000 കടിഞ്ഞാണുകൾ ആ നരകത്തിനുണ്ടാകുന്നു. 70000 കടിഞ്ഞാണുള്ള നരകം. ഓരോ കടിഞ്ഞാണും ആ കുല്ലി സമാം, ഓരോ 70000 എന്ന് പറയുന്ന ഓരോ കടിഞ്ഞാണും 70000 മലക്കൻ യജുറൂനഹ, 70000 മലക്കുകളാണ് ഓരോ കണ്ണിയും വലിക്കുന്നത്. 70000 × 70000 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, എത്ര ലക്ഷത്തിലേക്ക് കോടിയിലേക്ക് അത് പോകുന്നത്. അപ്പൊ അത്ര ഗൗരവത്തോടുകൂടെ അതിൻ്റെ മലായിക്കത്തുകൾ അതിനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇത് കാണാൻ പോണ സംഗതിയാണ്. ഇത് മുത്തശ്ശിക്കഥയൊന്നുമല്ല. നരകം അതിൻ്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അതവിടെ കാണിക്കപ്പെടുമ്പോൾ ഇതിലേക്ക് ഞങ്ങളെ ഇടല്ലേ എന്ന് വിലപിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. ഇതിനാണ് അള്ളാഹു ആഴ്ചതോറും അൽ കഹ്ഫ് നമ്മളെ കൊണ്ട് ഓദിപ്പിക്കുന്നത്. അവസാനത്തോട് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ ജഹന്നം ഇത് കാണാനുള്ള ശേഷിയുണ്ടോ മനുഷ്യന്? ഒരു കാണുമ്പോഴുള്ള വെപ്രാളവും ബേജാറും, അതുപോലെ തന്നെ അതിൻ്റെ ഇരമ്പൽ, അതിനൊരു അട്ടഹാസമുണ്ട്, ആർത്തിരമ്പലുണ്ട്, അതിൽ നിന്ന് തീപ്പൊരി എറിയും. ഓരോ ഇന്നഹ തർമി ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാരം പോലെ, കഅന്നഹ ജിമാലത്തുൻ സുഫർ, മഞ്ഞ വർണ്ണത്തിലുള്ള ഒട്ടകം പോലത്തെ വലുപ്പുള്ള തീപ്പൊരികൾ. ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നരകത്തെ അല്ലാഹു തആല വർണ്ണിച്ചിട്ടുള്ളത്, അതിൻ്റെ ബീഭത്സമായ അവസ്ഥകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തിനാ ഇതൊക്കെ? നമ്മളൊക്കെ അള്ളാഹിനോട് നിത്യവും നമ്മുടെ നിസ്കാരത്തിൽ നിന്ന് വിരിയുന്നതിൻ്റെ മുമ്പ് ചോദിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ഇതൊക്കെ കയറി വരണം. സത്യനിഷേധികളായ ആളുകളുടെ ഈ ഒരവസ്ഥ, ഇതിൽ ഞാൻ ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പൊ അതാണ് ഇവിടെ അള്ളാഹു ഈ 100-ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്താണ്? അവിശ്വാസികളായ ആളുകൾക്ക് അന്നത്തെ ദിവസം ജഹന്നമിനെ നാം കാണിച്ചു കൊടുക്കുന്നതാണ് ഒരു കാണിച്ചു കൊടുക്കൽ. എങ്ങനെയുള്ള വിശ്വാസികളായിരുന്നു? അവരുടെ കണ്ണുകളൊക്കെ ഒരു തരം മൂടിയിലായിരുന്നു. അൻദിക്രി, എൻ്റെ ദിക്റിനെ സംബന്ധിച്ച് അവിടെ ശരിക്കും മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹുവിൻ്റെ ദിക്ർ എന്ന് പറഞ്ഞാൽ അതിൽപ്പെടുന്ന ഒന്നാമത് ഖുർആനാണ്. ഈ ദിക്റിനെ നാം ആണ് അവതരിപ്പിച്ചത് എന്നുള്ള പറയുന്ന ആ ദിക്ർ, അതേതാ? ഖുർആൻ. അതിൻ്റെ വിശദീകരണമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങൾ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, ഇതൊന്നും കണ്ണു തുറന്ന് കാണാനുള്ള ഒരു കണ്ണും ഒരു ചിന്തയുമില്ലാതെ കണ്ണുകൾക്കൊരു തരം മൂടിയിട്ട് നടന്ന മനുഷ്യന്മാര്. ഒന്നും കേൾക്കുവാൻ പോലും സാധിക്കാത്തത്ര മനസ്സിൽ അഹങ്കാരം കൊണ്ട് നടന്നിടുന്ന കിബറന്മാർ, അവരുടെ മുമ്പിൽ നരകാണ് പ്രദർശിപ്പിക്കും നമ്മൾ. അല്ലാഹു പറയാം. ഇനി അല്ലാഹുവിൻ്റെ അടുത്ത ചോദ്യം, അഫഹസിബല്ലദീന കഫറൂ, സത്യനിഷേധികൾ വിചാരിക്കുന്നുവോ? ഹസിബ, വിചാരിച്ചു. അഫഹസിബ, വിചാരിച്ചു പോയോ, വിചാരിക്കുന്നുവോ? ആര്? അല്ലദീന കഫറൂ, സത്യനിഷേധികൾ. എന്ത് വിചാരിക്കുന്നുവോ? അയ്യത്തഖിദൂ, അവർക്ക് സ്വീകരിക്കാമെന്ന് അവർ വിചാരിക്കുന്നുവോ? ഇത്തഖദ, സ്വീകരിച്ചു. അയ്യത്തഖിദൂ, അവർ സ്വീകരിക്കാമെന്നാണോ അവർ വിചാരിക്കുന്നത്? ആരെ? ഇബാദി, എൻ്റെ അടിമകളെ സ്വീകരിക്കാമെന്നവർ വിചാരിക്കുന്നുവോ? മിൻ ദൂനി, എന്നെ കൂടാതെ ഔലിയാ, മിത്രങ്ങളാക്കുവാൻ, എന്നെ കൂടാതെ രക്ഷാകർത്താക്കളായിട്ട് എൻ്റെ അടിമകളെ സ്വീകരിക്കാമെന്നാണോ അവിശ്വാസികൾ കണക്ക് കൂട്ടുന്നത്? വളരെ ഗൗരവത്തിലുള്ള ചോദ്യമാണ്.
അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ രക്ഷാധികാരിയായിട്ട് നിങ്ങൾക്ക് ആര് മാത്രമേ ഉള്ളൂ? അല്ലാഹ് മാത്രമേ ഉള്ളൂ. അല്ലാഹു വലിയുല്ലദീന ആമനു. അല്ലാഹു മാത്രമാണ് സത്യവിശ്വാസികളുടെ രക്ഷാധികാരി. സത്യവിശ്വാസികൾ രക്ഷാധികാരിയായിട്ട് കാണുന്നത് അള്ളാഹുവിനെ മാത്രമാണ്. വലിയ എന്നുള്ളത് പല അർത്ഥത്തിൽ പ്രയോഗിക്കും. രക്ഷാധികാരി എന്ന അർത്ഥമുണ്ട്, അതുപോലെ തന്നെ ബന്ധു എന്ന അർത്ഥമുണ്ട്, മിത്രം എന്ന അർത്ഥമുണ്ട്, സ്നേഹിതൻ എന്ന അർത്ഥത്തിന് പ്രയോഗിക്കും. ഇതൊക്കെ ഭാഷയിൽ വലിയ എന്നുള്ള കൈകാര്യകർത്താവ് എന്നുള്ളതിന് പ്രയോഗിക്കും. വിവാഹത്തിന് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന രക്ഷിതാവിന് വലിയ എന്ന് പറയും. ഇതൊക്കെ ഭാഷാർത്ഥങ്ങളാണ്. അപ്പൊ അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് എന്താണ്? എൻ്റെ അടിമകളെ എനിക്ക് പുറമെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കാമെന്ന് അവിശ്വാസികൾ വിചാരിക്കുന്നുവോ? അങ്ങനെ അമ്പിയാക്കളെയും എൻ്റെ അടിമകൾ, അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറഞ്ഞാൽ അതിൽ മുമ്പന്മാരാണ്, പ്രഥമന്മാരാണ് ആര്? നബിമാർ. അതുപോലെ തന്നെ ശുഹദാക്കൾ, സിദ്ദീഖുകൾ, സാലിഹുകൾ, മലക്കുകൾ, ഇതൊക്കെ അള്ളാഹിൻ്റെ അടിമകളാണ്. അങ്ങനെയുള്ള എൻ്റെ അടിമകളെ എനിക്ക് പുറമേയുള്ള രക്ഷാധികാരികളായി സ്വീകരിക്കാമെന്നാണോ കണക്ക് കൂട്ടുന്നത്? അറേബ്യൻ മുശ്രിക്കുകൾ അങ്ങനെയാണ് ചെയ്തത്. അവരെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹിനോടും പ്രാർത്ഥിച്ചു, മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചു. അള്ളാഹ് രക്ഷിക്കണേന്നും പറഞ്ഞു. അവർ കണക്ക് കൂട്ടിയിരുന്ന പല ആളുകളുണ്ട്. അവരെയൊക്കെ മലായിക്കത്തുകളെ വിളിച്ചു തേടിയവരുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചു തേടിയവരുണ്ട്. അങ്ങനെ പലരെയും പല വിധത്തിലുള്ള കണക്കുകൂട്ടലുകൾ വെച്ചുകൊണ്ട് ഇവരൊക്കെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നേരിട്ടാണ് പോയിക്കൂടാ, അതുകൊണ്ട് ഇവരൊക്കെ റെക്കമെൻഡ് ചെയ്ത് ഇവരൊക്കെ കാര്യം നേടിത്തരുന്ന ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് തുടങ്ങി അങ്ങനെ പല ഇടയാളന്മാരെയും നിർത്തി അവർക്ക് പൂജകളും നേർച്ചകളും അറവുകളും അതുപോലെ തന്നെയുള്ള ആരാധനകളുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പുറമേ ഇവർ മറ്റു പല അടിമകളെയും, അള്ളാഹുവിൻ്റെ അടിമകളെയും അവരെന്താക്കി? അള്ളാഹുവിന് സമന്മാരാക്കി, രക്ഷാധികാരികളാക്കി മാറ്റി. അതുകൊണ്ട് അവർക്ക് വല്ല പ്രയോജനവും കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ എന്നാണ് അള്ളാഹു ചോദ്യം. അഫഹസിബല്ലദീന കഫറൂ, സത്യനിഷേധികൾ വിചാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവർ എൻ്റെ അടിമകളെ എനിക്ക് പുറമേ രക്ഷാധികാരികളായി സ്വീകരിക്കുന്നത് കൊണ്ട് അവർക്ക് അവർ വല്ല പ്രയോജനവും കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? കിട്ടൂല, അത് കിട്ടൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമേ രക്ഷാധികാരികളാണെന്ന് നിങ്ങൾ വാദിക്കുന്ന ആളുകളോട് വിളിച്ചു പ്രാർത്ഥിച്ചു നോക്ക്. ലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാപത്തിനെ ഇല്ലായ്മ ചെയ്യുവാനോ ഒരാപത്തിനെ തടുക്കുവാനോ അവരെ കൊണ്ടൊന്നും സാധിക്കൂല. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആളുകൾ പോലും അവർ എന്നോടടുക്കാൻ വേണ്ടി ധാരാളമായി ശ്രമങ്ങൾ നടത്തി അധ്വാനിക്കുന്നവരാണ്. അപ്പൊ ആരെക്കുറിച്ചാ? മഹാന്മാരെ കുറിച്ചാ. ഈസാ അലൈഹിസ്സലാമിനെ, ഉസൈറിനെ, മലാക്കുകളെ ഒക്കെ അള്ളാഹുവിൻ്റെ പുറമെ രക്ഷാധികാരികളായി സങ്കല്പിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാരോടാ ചോദിക്കണത്. നിങ്ങൾ അവരൊന്നും രക്ഷാധികാരികളാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ആരോടൊക്കെ വിളിച്ചു തേടുന്നുവോ അവരൊക്കെ എന്നോടടുക്കാൻ വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുന്നവരാണ്. നിങ്ങളും ആ പാതയാണ് പിൻപറ്റേണ്ടത്. എന്നിലേക്കടുക്കാൻ അത്യധ്വാനം കാണിക്കുന്നവരാണ് അവര്. അവരുടെ വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാതെ അവരെ നിങ്ങൾ എനിക്ക് പുറമെ ആരാക്കലല്ല, രക്ഷാധികാരികളാക്കലല്ല. അപ്പൊ അതൊക്കെ പടച്ച തമ്പുരാൻ വളരെ ഗൗരവത്തോടെ അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, ഇന്നാ അഅ്തദ്ന, തീർച്ചയായും നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്നാ അഅ്തദ്ന, അഅ്തദ്ന നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ജഹന്നമ, ജഹന്നമ്, കഠിനമായ നരകം നാം ഒരുക്കി വെച്ചിരിക്കുന്നു. ലിൽ കാഫിരീന, സത്യനിഷേധികൾക്ക്, റബ്ബല്ലാത്തവരെ രക്ഷാധികാരികളായി സ്വീകരിച്ച കാഫിറുകൾക്ക്, മുശ്രിക്കുകൾക്ക് നാം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു ജഹന്നമിനെ. എന്തായിട്ട്? നുസുലൻ. നുസുല് എന്ന് പറഞ്ഞാൽ വിരുന്ന് സൽക്കാരം എന്നാണ്. നരകം എന്ന് പറഞ്ഞാൽ വിരുന്ന് സൽക്കാരാവൂലല്ലോ. അപ്പൊ അത് അവർക്കുള്ള അതികഠിനമായ നിലക്കുള്ള വേദനയേറിയ പരിഹാസമാണ്. നരകമാണ് അവർക്ക് കിട്ടാനുള്ളത്. മോമിനീങ്ങൾക്ക് കിട്ടുന്നത് വിരുന്ന്. നുസുല് എന്ന് പറഞ്ഞാൽ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമായി സൽക്കാരത്തിന് വെച്ചു കൊടുക്കുന്ന ഏറ്റവും മധുരമുള്ള, അതല്ലെങ്കിൽ നല്ല ഒരു പാനീയത്തിനോ ഭക്ഷണത്തിനോ പറയുന്നതാണ് നുസുല്, വിരുന്ന് സൽക്കാരം. നിങ്ങൾക്ക് ഇതാ കിട്ടാനുള്ളത്. അവിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള നുസുല്, വിരുന്ന് സൽക്കാരം എന്താണ്? ജഹന്നമാണ്.
അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇന്നാ അഅ്തദ്നാ ജഹന്നമ ലിൽ കാഫിരീന നുസുലാ. വളരെ ഗൗരവത്തോടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, ഖുൽ, പ്രവാചകരെ പറയൂ, ചോദിക്കൂ, ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാ. ഹൽ നുനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. നബ്ബഅ യുനബ്ബിഉ. നബ്ബഅ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയിച്ചു, വാർത്ത അറിയിച്ചു. നബ്ബഅ യുനബ്ബിഉ, ഉനബ്ബിഉ നുനബ്ബിഉ, നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഹൽ നുനബ്ബിഉകും, നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ആരെക്കുറിച്ച്? ബിൽ അഖ്സരീന, ഏറ്റവും കടുത്ത നഷ്ടം സംഭവിക്കുന്നവരെ കുറിച്ച്. അഖ്സർ, ഖസിറ എന്ന് പറഞ്ഞാൽ എന്താ? നഷ്ടപ്പെട്ടു. ഖസിറ. ഖാസിർ എന്ന് പറഞ്ഞാലോ നഷ്ടപ്പെട്ടവൻ. ഉലൈക ഹുമുൽ ഖാസിറൂൻ എന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും സൂപ്പർ പ്രയോഗമാണ് അഖ്സർ. അഖ്സർ എന്ന് പറഞ്ഞാലോ ഏറ്റവും വലിയ നഷ്ടക്കാരൻ, ഏറ്റവും വലിയ നഷ്ടക്കാരൻ, അതാണ് അഖ്സർ. കസീർ എന്ന് പറഞ്ഞാൽ ധാരാളം, അക്സർ അത്യധികം. ജമീൽ ഭംഗിയുള്ളവൻ, അജ്മൽ ഏറ്റവും ഭംഗിയുള്ളവൻ. അപ്പൊ ഏറ്റവും എന്നുള്ളൊരർത്ഥം ഏതിന് കിട്ടും? ഈ അഫ്അൽ എന്ന വസനിൽ വരുന്ന പദങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ അള്ളാഹു ചോദിക്കുകയാണ്, നാം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. ആരെക്കുറിച്ച്? ബിൽ അഖ്സരീന, ഏറ്റവും കടുത്ത നഷ്ടകാരികളെ കുറിച്ച്. അഅ്മാലൻ, അമലുകളാൽ, അമൽ ചെയ്യാതെയല്ല, അമലുകൾ ചെയ്തിട്ട് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുന്നവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. അഅ്മാൽ എന്ന് പറഞ്ഞാൽ അമലിന്റെ ബഹുവചനാണ്, അഅ്മാല. അതെങ്ങനെയാണ് അമൽ ചെയ്തിട്ട് നഷ്ടം സംഭവിക്കുക? ആരാണ് ഹതഭാഗ്യന്മാർ? അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. അവരാരാണ്? ضل സഅയുഹും അല്ലദീന, അവർ ഒരു കൂട്ടരാണ്. ضل, പിഴച്ചു പോയിരിക്കുന്നു. ضل എന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോയി, പിഴച്ചു, അതാണ് ضل. വഴിതെറ്റിയവൻ എന്തു പറയും? ضال അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالൻ, വഴിതെറ്റിയവൻ. ضل എന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോയി. അല്ലദീന ضل, തെറ്റിപ്പോയിരിക്കുന്നു. ആ കൂട്ടർ തെറ്റിപ്പോയവരാണ്. എന്താ തെറ്റിയത്? സഅയുഹും, അവരുടെ അധ്വാനം. സഅയ് എന്ന് പറഞ്ഞ അർത്ഥം അധ്വാനം, പരിശ്രമം. സഅയ്, സഅ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചു, പരിശ്രമിച്ചു എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അവരുടെ അധ്വാനം പഴച്ചു പോയിരിക്കുന്നു. സഅയുഹും, അവരുടെ പരിശ്രമം, അവരുടെ അധ്വാനം റൂട്ട് തെറ്റിപ്പോയി. എവിടെ? ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിൽ. ഈ ദുന്യാവിന്റെ ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ തെറ്റിപ്പോയി. അധ്വാനിച്ചില്ല എന്നല്ല പറയണത്, അവരുടെ അധ്വാനം തെറ്റിപ്പോയി. എന്നാ തെറ്റീന്ന് അവർക്കൊട്ട് തിരിഞ്ഞതുമില്ല. അതാ വലിയ അപകടം. അടുത്ത വാചകം നോക്കൂ. വഹും, അവരാകട്ടെ, യഹ്സബൂന, അവർ വിചാരിക്കുകയും ചെയ്യുന്നു. യഹ്സബൂന, അവർ വിചാരിക്കുകയും ചെയ്യുന്നു. ഹസിബ നേരത്തെ വന്നല്ലോ, ഹസിബ യഹ്സബു. യഹ്സബൂന, അവർ വിചാരിക്കുകയും ചെയ്യുന്നു. അന്നഹും, തീർച്ചയായും അവർ, യുഹ്സിനൂന, ഏറ്റവും നല്ലവരാണ്. സുൻഅൻ, പ്രവർത്തനങ്ങളിൽ, പ്രവൃത്തികളിലൊക്കെ ഏറ്റവും നല്ലവർ അവരാണ് എന്നാണ് അവരെന്ത് ചെയ്യുന്നത്? വിചാരിക്കുകയും ചെയ്യുന്നത്. പേച്ചൂന്നും മനസ്സിലായില്ല എന്ന് മാത്രമല്ല, ഞങ്ങളാണ് ഒറിജിനൽ യഥാർത്ഥ റൂട്ടിലുള്ളത് എന്നാണ് അവര് വിചാരിക്കുകയും ചെയ്തത്. അപ്പൊ പിന്നെ മരമണ്ടനായി എന്നുള്ളതിൽ യാതൊരു സംശയമില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങേയറ്റത്തെ വഴികേടിലേക്കും വലിയ പരാജയത്തിലേക്കുമാണ് പോകുന്നത്. ഇത് വലിയ ഗൗരവത്തോടെ മുഫസ്സിരീങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ പറഞ്ഞൊരു കാര്യമാണ്. ഇത് മുസ്ലിമീങ്ങളായ നമ്മൾ ശ്രദ്ധിക്കണം എന്നാ പറയുന്നത്. ഏറ്റവും വലിയ പ്രവാചകരോട് പറയാൻ പറയാണ്, നമ്മളോട് പഠിപ്പിച്ചു തരാണ്. നബിയെ പറഞ്ഞു കൊടുക്ക്,
ഹൽ നുനബ്ബിഉക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ, ബിൽ അഖ്സരീന അഅ്മാല, അമലുകളാൽ ഏറ്റവും നഷ്ടം സംഭവിച്ചവർ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ഒരു പാതിരിയെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു എന്നാണ്, വജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. അന്ന് എത്ര മുഖങ്ങളായിരിക്കും പരലോകത്ത്. ആമിലത്തുൻ നാസിബ, എന്താ ആമിലത്ത് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ച്, നാസിബ തളർന്ന മുഖങ്ങൾ. ഒരുപാട് പണിയെടുക്കേണ്ട ദുനിയാവുന്നു, പക്ഷേ തസ്ലാ നാറൻ ഹാമിയ, അത്യുഗ്ര ചൂടുള്ള നരകാഗ്നിയിലേക്ക് അത് കത്തിയെരിയും. എന്താ കാരണം എന്നറിയോ? അധ്വാനം പാഴായിപ്പോയി. ഒരുപാട് അമല് ചെയ്തു എന്നാണ് വെപ്പ്. വല്ല സഴിയും, അവരുടെ അധ്വാനം പാളിപ്പോയി, വഴിതെറ്റിപ്പോയി ഐഹിക ജീവിതത്തിൽ. എന്താ ഈ അധ്വാനം പാളിപ്പോയി എന്ന് പറഞ്ഞാൽ? പരലോക കോടതിയിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ച ഒരു റൂട്ടുണ്ട്. ആ റൂട്ടിന്റെ പേരാണ് സിറാത്തുൻ മുസ്തഖീം. ആ റൂട്ടിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ് നമ്മളൊക്കെ അള്ളാഹിനോട് 5 നേരം ഫാത്തിഹയിലൂടെ ചോദിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അതാരുടെ റൂട്ടാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ റൂട്ടാണത്. അതാരാ അള്ളാഹ് അനുഗ്രഹിച്ചവർ? ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഈ 4 ടീമിൽ, ഈ 4 കാറ്റഗറിയിൽ അടങ്ങുന്ന മഹാരഥന്മാരാണ് നമ്മുടെ മുൻഗാമികൾ. അവരു ജീവിച്ച് കാണിച്ചിരുന്ന വഴിത്താരയിലൂടെ നീ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്നാ ഫാത്തിഹ ഓതുമ്പോൾ പറയണത്. എന്നിട്ട് പറയാണ് ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. പുറത്ത് വേറെ 2 കൂട്ടരുണ്ട്. അതാരാണ്? അള്ളാഹിന്റെ കോപം കിട്ടിയ യഹൂദികള്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോയ നസാറാക്കള്. അവരുടെ പഴച്ച വിശ്വാസം, അവരുടെ ആചാരങ്ങൾ, അവരുടെ സംസ്കാരങ്ങൾ, അതിലേക്കൊന്നും ഞങ്ങളെ പെടുത്താതെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ കാണിച്ചു തന്ന യഥാർത്ഥമായ സൽപാന്താവിലൂടെ നീ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയണത്? ആമീൻ. നമ്മൾ എത്ര പേര് ഇത് അറിഞ്ഞു പറയുന്നുണ്ട്? നമ്മൾ എത്ര പേര് ഇത് അറിഞ്ഞു പറയുന്നുണ്ട്? ഞങ്ങളെ നീ നേരിന്റെ പാതയിൽ എത്തിക്കണം. ഒരു നബിമാരും ആരുടെയും ഖബർ കെട്ടിപ്പടുത്തിട്ടില്ല, ജാറുണ്ടാക്കിയിട്ടില്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല. അതിവിടെ ചെയ്തത് യഹൂദികളും നസറാനികളുമാണ്. അവരുടെ വഴിയാണത്. നമ്മൾ ഇത് ചൊല്ലും, പുറത്തിറങ്ങിയിട്ട് ജാറത്തിലേക്ക് പോകും. ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഏറ്റവും ഗൗരവമായ ഉദാഹരണം പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രങ്ങളായിട്ട് ദർഗകൾ ഉയരുന്നു, ജാറങ്ങൾ ഉയരുന്നു. റബ്ബൊരിക്കലും പൊറുക്കൂല എന്ന് പറഞ്ഞ കഠോരമായ ശിർക്കിന്റെ കേന്ദ്രങ്ങളായിട്ട് തഴച്ചു വളരുന്നു. അവിടുന്ന് അങ്ങോട്ട് താഴെ ഏതെല്ലാം കാര്യങ്ങളുണ്ട്, എല്ലാം ഈ ലോകത്ത് നടക്കുകയാണ്. അങ്ങനെ ഗുരുതരമായ കാര്യങ്ങൾ ഇവിടെ ആളുകൾ, സമൂഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റൂട്ട് തെറ്റിപ്പോയി, അവരുടെ അധ്വാനം പാളിപ്പോയി. ചെയ്യേണ്ടതല്ല ചെയ്യണത്. ചെയ്യേണ്ട ഒരു മാർഗം അള്ളാഹു അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അതാണ് മുസ്തഖീമായ വഴി. അന്നഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എൻ്റെ വഴി. ഫത്തബിഉഹു, നിങ്ങൾ അതിനെ മാത്രം പിൻപറ്റിക്കോളിൻ. വലാ തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. മറ്റു വഴികളിലേക്ക് നിങ്ങൾ തിരിഞ്ഞാൽ ഈ വഴിയിൽ നിന്ന് ഫതഫറഖ ബികും അൻ സബീലിഹി, ആ ശരിയായ റൂട്ടിൽ നിന്ന് അവർ നിങ്ങളെ തെറ്റിച്ചു കളയും. ഇതൊക്കെ എത്ര ഗൗരവത്തോടെ അല്ലാഹു തആല പറയുന്നത്. ഒരു ഡ്രൈവർക്ക് പോകേണ്ടത് അബുദാബിയിലേക്കാണ്. അബുദാബിക്ക് പോകേണ്ട ആൾ നേരെ ഹോർഫുക്കൻ ഭാഗത്തേക്ക് വണ്ടി അങ്ങനെ ഓടിച്ച് കതച്ച് സ്പീഡിൽ പായാണ്. നല്ലോണം അധ്വാനിച്ച അയാൾ, ഒരുപാട് എണ്ണക്കടിച്ച അയാൾ ഓടി ഓടി കുറേ ഓടി തളർന്നു. അബുദാബിയിൽ എത്തുന്നില്ല. കാരണം റൂട്ട് തെറ്റിന്ന് ആ മനുഷ്യന് മനസ്സിലായിട്ടില്ല. ഒരാൾ പറഞ്ഞു കൊടുത്തു, ചങ്ങായി എൻ്റെ റൂട്ട് തെറ്റീന്ന്. ഏയ് ഞാനാണ് ശരിക്കുള്ള റൂട്ടില്, ഇയാളാ പഴിച്ചത് എന്നാ പറയുന്നത്. എങ്ങനെ ഉണ്ടാവും? ഇതാണ് ഇവിടെ അല്ലാഹു തആല പറയണത്. അല്ലദീന വല്ല സഅയും, പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾക്ക് പകരം അവരുടെ സ്വന്തം വകയായിട്ട് അവരുടെ പുരോഹിതന്മാര് നിർമ്മിച്ചു കൊടുത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടാണ് അവർ ജീവിച്ചത്. അങ്ങനെ അവരുടെ പരലോകത്ത് കൂലി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത പ്രവർത്തനങ്ങൾ എന്തായി? റൂട്ട് തെറ്റിപ്പോയി. അതാണ് അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. എന്നാലോ അഹങ്കാരത്തിനൊട്ട് കുറവുമില്ല. വഹും യഹ്സബൂന, അവർ വിചാരിക്കുകയും ചെയ്യുന്നു
അന്നഹും തീർച്ചയായും അവരാണ് യുഹ്സിനൂന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരെന്ന് സുൻഅൻ പ്രവൃത്തിയാൽ. ഞങ്ങളാ ഒറിജിനൽ സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ, മറ്റുള്ളവരൊക്കെ പിഴച്ചവരാണ്, നരകത്തിന്റെ ആളുകളാണ്, പുത്തൻവാദികളാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കി പരിഹസിച്ചു. അത്തരത്തിലുള്ള ആളുകളാണ് അമല് ചെയ്തിട്ട് വലിയ നഷ്ടം സംഭവിക്കുന്ന ഹതഭാഗ്യന്മാര് എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. ഈ ആയത്തൊക്കെ മനസ്സിൽ എപ്പോഴും ഒരുപാട് നമ്മളെ മനസ്സിൽ എപ്പോഴും ധാരാളം പാരായണം ചെയ്യണം. എന്താണെന്നറിയോ, നമ്മൾ ഒരുപാട് അധ്വാനിച്ചിട്ട് കാര്യമില്ല, ചെയ്യണ അധ്വാനം ശരിയായ റൂട്ടിലാവണം. റൂട്ട് തെറ്റിയിട്ട് ഒരുപാട് ചെയ്തിട്ട് എന്താ കാര്യം? ഇവിടെ ഏത് മതത്തിൻ്റെ ആളുകളാണ് പുണ്യം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അധ്വാനിക്കാത്ത ആളുകളുള്ളത്? പുണ്യം കിട്ടണം, മോക്ഷം കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരുപാട് മതത്തിന്റെ ആളുകൾ ഒരുപാട് അധ്വാനിച്ചു കൂട്ടുന്നുണ്ട്. ആ അധ്വാനൊക്കെ വൃഥാവിലാണ്. അല്ലാഹു തആല പറയാണ്, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നാളെ പരലോകത്ത് എത്തുമ്പോ അതിനെയൊക്കെ ധൂളിയാക്കി പറത്തുന്നാണ്. ഒരു പ്രതിഫലവും അവിടെ കാണാൻ കഴിയൂല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും അതിന് ഇഖ്ലാസിന്റെ മേമ്പൊടി വേണം, ഇത്തിബാഉർ റസൂലിന്റെ മേമ്പൊടി വേണം. അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ശരീഅത്ത് അനുസരിച്ചായിരിക്കണം. ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താണ് സഹോദരങ്ങളെ. ആരാണ് ഈ പറയുന്നത്? ഇത് യഹൂദികൾക്ക് ബാധകമാണ്, നസറാനികൾക്ക് ബാധകമാണ്, അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇത് വായിക്കുന്ന മുസ്ലിമീങ്ങൾ ആരും ഇതിൽ നിന്ന് ഞങ്ങളൊക്കെ ഒഴിവാന്ന് വിചാരിക്കരുത്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറയാണ്. ഏത് കാലത്ത് അത് പറയുന്നു നോക്കണം. നമ്മളിപ്പം ഇന്ന് ജീവിക്കുന്നത് ഹിജറ 1445 ഹിജറ 700 ജീവിച്ചോ പണ്ഡിതനാ പറയുന്നത്. ഇത് മറ്റുള്ളവരെ കുറിച്ചാണെന്ന് പറഞ്ഞ ആരും സമാധാനിക്കണ്ട. ഈ ആയത്ത് വ്യാപകമായി എല്ലാവർക്കും ബാധകമാകുന്ന ആയത്താണ്. ഏത് വിഷയത്തിൽ? ഫീ കുല്ലി മൻ അബദല്ലാഹ, ആരൊക്കെ അള്ളാനെ ആരാധിക്കുന്നുണ്ടോ, അള്ളാനെ ആരാധിക്കുന്ന ആരൊക്കെയുണ്ടോ, ഏത് നിലക്ക്? അലാ ഗൈരി ത്വരീഖത്തിൻ മർദിയ്യ, അള്ളാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ട ത്വരീഖത്തിലൂടെ അല്ലാതെ ആരാധിക്കുന്നവർ. ഖാദിരിയ തരീഖത്ത്, റിഫാഇയ തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, സുഹ്റവർദിയ തരീഖത്ത്, മടവൂര് തരീഖത്ത്, പൊന്നാനി തരീഖത്ത്, കൊണ്ടോട്ടി തരീഖത്ത്, അജ്മീർ തരീഖത്ത്, ഇർവാടി തരീഖത്ത്, എത്രയെത്ര കള്ള തരീഖത്തുകളാ ലോകത്ത്. ഇങ്ങനെ ഇവരൊക്കെ നിശ്ചയിച്ചു കൊടുത്തിട്ടാണ് കുറെ വിശ്വാസം അള്ളാഹിനെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച്. ആ റൂട്ടിലൂടെയാ പോകുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, നോക്ക്, അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗമല്ലാത്ത മാർഗത്തിലൂടെ അള്ളാഹിനെ ആരാധിക്കുന്നു എന്ന് ആരൊക്കെ അവകാശപ്പെടുന്നുണ്ടോ അവർക്കൊക്കെ ഈ ആയത്ത് എന്താണ്? ബാധകമാണ്. മനസ്സിലാക്കണം. എന്നാൽ യഹ്സബു, അവൻ വിചാരിക്കുകയും ചെയ്യുന്നു, അന്നഹു മുസീബുൻ ഫീഹാ, അവനാ ചെയ്യുന്നതാണ് ശരിയെന്ന്, വ അന്ന അമലഹു മഖ്ബൂലുൻ, അവന്റെ അമലാണ് അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക എന്നാണ് അവന്റെ വിചാരം. പക്ഷേ വഹുവ മുഖ്തിഉൻ, അവനാകട്ടെ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ പഴച്ചുപോയവനാണ്. അതുകൊണ്ട് തന്നെ വഅമലുഹു മർദൂദ്, അവന്റെ ആ വിധത്തിലുള്ള അമലുകളൊക്കെ എന്താകും? മർദൂദ്, റിജക്റ്റഡ്, എല്ലാം തള്ളപ്പെടും. ഇതുപോലെ അല്ലാഹു പറഞ്ഞതുപോലെ നമുക്ക് സുപരിചിതമായ നേരത്തെ പറഞ്ഞ ആയത്ത്. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അവിശ്വാസികളായ ആളുകൾ ചെയ്യുന്ന അമലുകളൊക്കെ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. സൂറത്തുൽ ഫുർഖാൻ 23. തീർന്നില്ല. സൂറത്തുൻ നൂറിലെ 39, വല്ലദീന കഫറൂ അഅമാലുഹും കസറാബിൻ ബിഖിയഅതിൻ യഹ്സബുഹുൽ ലംആനു മാഅ ഹത്താ ഇദാ ജാഅഹു ലം യജിദുഹു ശൈആ. നമ്മൾ പഠിച്ചുപോയ ആയത്തുകളാണ്. അവിശ്വാസികളുടെ അമലുകൾ മരുഭൂമിയിലെ കാനൽ ജലം പോലെയാണ്. ദൂരം നോക്കുമ്പോൾ വെള്ളം മലയടിക്കുകയാണെന്ന് തോന്നും. ദാഹിച്ച് വലയുന്ന മനുഷ്യൻ വെള്ളമുണ്ട് എന്ന് വിചാരിച്ചിട്ട് മരുഭൂമിയുടെ ദൂരെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് വെള്ളമാണ് എന്ന് വിചാരിച്ച് വെള്ളത്തിനായി അങ്ങോട്ട് ഓടിക്കതച്ച് എത്തുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഇതേപോലെ ഉണ്ടാകും സത്യനിഷേധികളായ ആളുകൾ പരലോകത്തെത്തിയാൽ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ച് ഇവിടെ ചെയ്തു കൂട്ടിയതൊന്നും അവിടെ എത്തുമ്പോൾ കാണാൻ കഴിയൂല.
ഇതൊക്കെ അടിസ്ഥാന തത്വങ്ങളാട്ടോ. ഇപ്പോൾ എല്ലാ മുസ്ലിമീങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ട തത്വങ്ങളാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നിട്ടില്ലേ, മദർ തെരേസ അവരില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാനില്ല, അവരൊന്നും പോയില്ലെങ്കിൽ എനിക്കും ആ സ്വർഗം വേണ്ടെന്നൊക്കെ ചില വിഡ്ഢികൾ നാട്ടിൽ പറയുന്നിട്ടില്ലേ. മറ്റേ ആളില്ലാത്ത സ്വർഗമോ ഈ ആളില്ലാത്ത സ്വർഗമോ, അയാളൊക്കെ എന്ത് നല്ല പ്രവർത്തനങ്ങളാ ചെയ്തത്. അമലിന് വില വേണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച റൂട്ടിലൂടെ പ്രവർത്തിക്കണം, അല്ലാത്തതിന് വിലയില്ല. അവിടെ അള്ളാഹു തആല പറയുന്നത് അപ്പൊ വളരെ ഗൗരവമാണ്. എന്നാലോ അവർക്ക് തെറ്റീന്ന് അവർക്കൊട്ട് തോന്നൂല. കാരണം എന്താ അള്ളാഹു പറയുന്നത്? ഉലൈകല്ലദീന കഫറൂ. കണ്ടോ, ഉലൈകല്ലദീന കഫറൂ. കണ്ടോ, വീണ്ടും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്. ഇവിടെ നമ്മൾ ഇനിയും മനസ്സിലാക്കണം എന്നാ അദ്ദേഹം പറയുന്നത്, വിശദീകരിച്ചിട്ട് മതിയായിട്ടില്ല. ഐ അമിലു അഅമാലൻ ബാത്തില, ബാത്തിലായ അമലുകൾ ചെയ്യുന്ന ആളുകൾ, അലാ ഗൈരി ശരീഅത്തിൻ മശ്റൂഅത്തിൻ മർദിയത്തിൻ മഖ്ബൂലത്തിൻ. കണ്ടോ, 4 ഷർത്താ പറയുന്നത്. അവർക്ക് ഒരുപാട് നിസ്കരിച്ചു, നോമ്പ് പറ്റു, പലതും ചെയ്തു, ദിക്റ് ചൊല്ലി, അത് ചൊല്ലി, ഇത് ചൊല്ലി, കുറേ കാട്ടിക്കൂട്ടി. പക്ഷേ അലാ ഗൈരി ശരീഅത്തിൻ മശ്റൂഅത്തിൻ, ശർഇൽ അനുവദിക്കപ്പെട്ട ശരീഅത്തിന്റെ നിലക്കല്ല ചെയ്തത്. മർദിയത്തിൻ, റബ്ബിന്റെ അടുക്കൽ തൃപ്തി കിട്ടുന്ന നിലക്കല്ല ചെയ്തത്. മഖ്ബൂലത്തിൻ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത കിട്ടുന്ന വിധത്തിലല്ല ചെയ്തത്. എന്നിട്ടും വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊടുക്കുന്ന തഫ്സീർ കേട്ടോ. അതായത് യഅ്തഖിദൂന, അവർ വിശ്വസിച്ചിരുന്നത്, അന്നഹും അലാ ശൈഇൻ, അവരാണ് ശരിക്കുള്ള ദീനിൽ, വഅന്നഹും മഖ്ബൂലൂന, അവരുടെ അമലാണ് അല്ലാഹ് സ്വീകരിക്കുക, മഹ്ബൂബൂൻ, അവരാണ് അല്ലാഹുവിന്റെ മഹബൂബീങ്ങൾ എന്നാ അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ പരലോകത്തെത്തുമ്പോ ഒരു തരിയും കാണൂല. അതാണ് അള്ളാഹു അവരെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകൾ ഉലൈക, അവരാരാണ്? അല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾ, ബി ആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ ആയത്തുകളെ കളവാക്കിയവരാണ്, നിഷേധിച്ചവരാണ്. തൊള്ളോണ്ട് നിഷേധിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. അവരുടെ അമല് നോക്കിയാൽ ഇങ്ങനെ ഒരു പരലോകം ഉണ്ടെന്നോ വലിഖാഇഹി, അള്ളാനെ കണ്ടുമുട്ടുമെന്നോ അവർ വിശ്വസിച്ചില്ല. അള്ളാനെ കണ്ടുമുട്ടുക, വലിഖാഇഹി, അവനെ കണ്ടുമുട്ടുന്നതിനെയും അവർ അവിശ്വസിച്ചവരാണ്. അവ യഥാർത്ഥത്തിലുള്ള വിശ്വാസം അവർക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഫലാ നുഖീമു ലഹും, അവർക്ക് നാം കൽപ്പിക്കുന്നതല്ല. നുഖീമു, അഖാമ യുഖീമു എന്ന് പറഞ്ഞാൽ വില കൽപ്പിക്കുക. നുഖീമു, ഫലാ നുഖീമു ലഹും, അവർക്ക് നിലനിൽക്കുന്നതല്ല. യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ, വസ്ന, ഒരു തൂക്കം പോലും അവർക്ക് കിട്ടൂല. നാളെ മഹ്ശറിൽ അവരുടേതായ ഒരമലിനും വെയിറ്റ് ഉണ്ടാവൂല. കാരണം അവർ ചെയ്ത അമലൊക്കെ ഖൈറിൽ നിന്നൊഴിവായ, പാത തെറ്റിപ്പോയ, വഴിതെറ്റിപ്പോയ അധ്വാനങ്ങളായിരുന്നു. അപ്പൊ ഈ ആയത്തുകളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന തത്വം എന്താണ് സുഹൃത്തുക്കളെ? ഇസ്ലാമികമായിട്ട് നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങളൊക്കെ അള്ളാഹു നിശ്ചയിച്ച് തന്ന അധ്വാനങ്ങളായിരിക്കണം. നമ്മുടെ സ്വന്തം വകയായിട്ട് ഓരോരുത്തരും മീറ്റിംഗ് കൂടിയിട്ട് ഓരോ തീരുമാനം ഉണ്ടാക്കിയിട്ട് അതൊക്കെയാണ് ദീന് എന്ന് പറഞ്ഞിട്ട് അതൊന്നും അനുഷ്ഠിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടൂല. അത് അള്ളാഹ് അവൻ്റെ റസൂലിലൂടെ നിശ്ചയിച്ച് തന്ന അജണ്ട പ്രകാരം മാത്രം മുന്നോട്ട് പോയാലേ അവിടെ സ്വീകരിക്കുള്ളൂ. അതാണ് അല്ലാഹു തആല പറഞ്ഞത് സൂറത്തുൽ ഇസ്രായിലൂടെ, വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, വസഅലഹാ, അവൻ അധ്വാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, സഅയഹ, പരലോകത്തിന്റെ അധ്വാനം അധ്വാനിക്കണം. ഈ പരലോകത്തിന്റെ അധ്വാനം എന്ന് പറഞ്ഞാൽ പരലോകത്ത് അള്ളാഹ് സ്വീകരിക്കുന്ന അധ്വാനങ്ങൾ ഏതാണെന്ന് അള്ളാഹ് അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മാത്രം ചെയ്താലേ അവിടെ രക്ഷപ്പെടുള്ളൂ. വഹുവ മുഅ്മിനുൻ, അത് ചെയ്യുമ്പോൾ അവന് അടിയുറച്ച ഈമാനും വേണം. ഈമാനില്ലാതെ ശിർക്ക് ചെയ്തുകൊണ്ട് യന്ത്രം അധ്വാനിച്ചിട്ടും കാര്യമല്ല, ഒക്കെ പൊളിഞ്ഞു പോകും. ഒരുപാട് ചെയ്യുന്നു, പക്ഷെ ശിർക്കാണ്, ശിർക്കന്റെ പ്രവർത്തനങ്ങളുണ്ട്, എല്ലാം പൊളിഞ്ഞു എന്നാണ്. ഇപ്പൊ ശിർക്ക് കലരാനും പാടില്ല. അങ്ങനെയുള്ള ആളുകളുടെ അധ്വാനത്തെ മാത്രമാണ് ഫൗലായിക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ അധ്വാനങ്ങൾ അള്ളാഹു വളരെ നന്ദിയോടെ അത് സ്വീകരിച്ച് ഇരട്ടികൾ ഇരട്ടിയാക്കി വലിയ പ്രതിഫലമാക്കിയിട്ട് പരലോകത്ത് കൊടുക്കും.
അള്ളാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ടാണ് ദീന് പഠിക്കണം എന്ന് പറയുന്നത്. ദീന് അനുസരിച്ച് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇൽമ് വേണം. കാരണം കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലും വലിയ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ല ദീൻ അനുഷ്ഠിക്കേണ്ടത്. ദീൻ അനുഷ്ഠിക്കേണ്ടത് പഠിച്ചനുഷ്ഠിക്കണം. അല്ലെങ്കിൽ റൂട്ടാണ് തെറ്റണത് മനസ്സിലാവൂല, ഈ തെറ്റിപ്പോണത് തിരിയൂല. ഈ റെയിൽ പാളത്തിന്റെ പ്രത്യേകത കണ്ടിട്ടില്ലെങ്കിൽ ഏതോ ഒരു പോയിന്റ് നിന്നാണല്ലോ അതാണ് റൂട്ട് തിരിയുക, എവിടുന്നാണ് തിരിയൂല. അധികമൊന്നും താമസം വേണ്ട, നേരെ ഒരു തിരിച്ചിലാണ്. തിരിയുമ്പോൾ കാണാം പെട്ടെന്ന് പിന്നെ ഒരു സെക്കൻഡ് കഴിയുമ്പോഴേക്ക് രണ്ടും റൂട്ടിലേക്കാണ് പോയിട്ടുണ്ടാവും. റെയിൽ പാളത്തിന്റെ പാളം തെറ്റും പോലെ എന്നാണ് സാധാരണ ഉദാഹരണം തന്നെ പറയുന്നത്. അത്ര പെട്ടെന്നാ പഴക്കുക. പിന്നെ ഒരു പോക്കാണ് പോകും. ആദ്യം ചെറിയ നിലക്കൊരു തെറ്റിലാണ് വിടും, പിന്നെയാണ് പോയിട്ട് പിന്നെ ഓൻ ഇസ്ലാമിനാണ് പുറത്താണ് നിഷേധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫിത്നകൾ അങ്ങനെയാണ്. രാവിലെ മൂമിനായവൻ വൈകുന്നേരത്തുമ്പോൾക്ക് കാഫറായിട്ടുണ്ടാകും. നേരെ മറിച്ചും സംഭവിക്കും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും വളരെ ഗൗരവമായി പറയാനുള്ളത്, അള്ളാഹിൻ്റെ ദീന് നമ്മൾ ശരിക്കും പഠിക്കണം. നമ്മൾ അമൽ ചെയ്യുന്നതൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ കബൂലാകണം എന്നുണ്ടെങ്കിൽ ശരിയായ റൂട്ടിലൂടെ അമൽ ചെയ്യണം. നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്നുണ്ട് എന്നാണ് വെപ്പ് അല്ലേ? നമ്മളൊക്കെ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. അള്ളാഹിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ നിസ്കാരത്തിന് എത്ര കൂലി കിട്ടുക, അതൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ? നിസ്കാരം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് ആദാബുകളുള്ള മര്യാദകളില്ലേ? ആ റൂട്ടിൽ തന്നെയാണോ ഞാനൊക്കെ നിസ്കരിക്കുന്നത്? ആ റൂട്ടിൽ തന്നെയാണോ എൻ്റെ സക്കാത്ത്? ആ റൂട്ടിൽ തന്നെയായിരുന്നോ എൻ്റെ നോമ്പ്? ആ റൂട്ടിൽ തന്നെയാണോ ഞാൻ ഹജ്ജ് ചെയ്തത്? ആ റൂട്ടിൽ തന്നെയാണോ എൻ്റെ വിശ്വാസം, എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ ആചാരങ്ങൾ? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിലയിരുത്തണം, പരിശോധിക്കണം. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ ഇസ്ലാമികമായിട്ട് എൻ്റെ റബ്ബ് സ്വീകരിക്കുന്ന നിലക്കാണോ അല്ലേ? അല്ലാതെ ഒരുപാട് ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കുട്ടി ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്, ഔട്ട് ഓഫ് സിലബസിലുള്ളതാ, പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരുപാട് ഉറക്കളിച്ച് പഠിച്ചു, പരീക്ഷയ്ക്ക് എത്തി നോക്കുമ്പോൾ ഉത്തരം എഴുതാൻ കഴിയില്ല. കാരണം പഠിച്ചതൊക്കെ ഔട്ട് ഓഫ് സിലബസ് എന്നാണ്. അധ്വാനം വെറുതെയായി. ഇതുപോലെ ആവാൻ പാടില്ല. നമുക്കല്ല നിശ്ചയിച്ചിരുന്ന റൂട്ടുണ്ട്. ആ റൂട്ട് എന്താണ്? അമ്പിയാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഹദീസ്. മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഗ്രന്ഥം ആ റസൂല വിശദീകരിച്ചു തന്നത്. ലോകത്തുന്നത് മായാതെ കിടപ്പുണ്ട്. അതിന് വിപരീതം ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റൂല. പഴച്ചവർക്കൊക്കെ പഴച്ചത് അവർ ചില വ്യക്തികളെ അപ്രമാദിത്വം കൽപ്പിച്ചു. അവർ പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നാലെ പോയി പ്രമാണങ്ങളെ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അധ്വാനം പാളിപ്പോയി. അങ്ങനെയുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ റൂട്ട് തെറ്റാൻ പാടില്ല. ഈ ആയത്ത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅ്മാലാൻ, സ്വന്തത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം, പടച്ചോനെ ഞാൻ അതിൽ പെടരുതേ. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റൂട്ട് തെറ്റാതെ ശരിയായ ശരീഅത്തിന്റെ റൂട്ടിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല ദൂരീകരിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷണങ്ങളിലും റബ്ബിൻ്റെ കാവലുണ്ടാകട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് ജന്നത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.